ഹായ് ഓൾ, എല്ലാവർക്കും അമേഞ്ചാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഞാൻ വന്നിട്ടുള്ളത് പതിവ് പോലെ തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. എന്നും പറയുന്ന പോലെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടാനും മറന്നു പോകരുത്. പൊട്ടും സമയം കളയാതെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാൻ പുട്ടുംപാനിയാണ് എടുത്തിട്ടുള്ളത്. സാധാരണയായിട്ട് നമ്മളിത് പുട്ട് ചൂടാൻ മാത്രമാണ് യൂസ് ചെയ്യാറുള്ളത്. എന്നാൽ ഇത് പുട്ട് ചൂടാൻ മാത്രമല്ല, ഒട്ടനവധി കാര്യങ്ങൾ നമുക്കിതിലേക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഞാനിതാ ഈ ഒരു പുട്ടുംപാനിയിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. നോർമൽ വാട്ടറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഞാനൊരു 4-5 ഉപയോഗങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് തന്നെ ഞാൻ മക്കൾക്ക് മുട്ട പുഴുങ്ങാനാണ് ഈ ഒരു പുട്ടുംപാനി എടുത്തിട്ടുള്ളത്. മുട്ട പുഴുങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് ഒട്ടനവധി കാര്യങ്ങൾ ഒരേ സമയത്ത് തന്നെ അതിൽ കുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. സാധാരണയായിട്ട് മുട്ടയൊക്കെ പുഴുങ്ങാനായിട്ട് നമ്മൾ വിസ്താരമുള്ള പാത്രമാണ് എടുക്കാറുള്ളത്. മുട്ട അതിലേക്ക് നമുക്ക് കൈകൊണ്ട് തന്നെ വെച്ചെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. എന്നാൽ ഇത് കുറച്ച് ആഴമുള്ള ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്കതിലേക്ക് മുട്ട വെച്ചു കൊടുക്കാനായിട്ട് നല്ല പാടാണ്. ഇതിൻ്റെ ഒരു വായവട്ടം കുറവായതുകൊണ്ട് തന്നെ തവി വെച്ചിട്ടൊന്നും നമുക്കതിലേക്ക് മുട്ട ഇറക്കി വെച്ചു കൊടുക്കാനായിട്ട് പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രം ഇതുപോലെ നന്നായിട്ടൊന്ന് ചെരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വെള്ളം കല്ലേക്കറ്റം എത്തുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനൊരു മുട്ട ഒരു വെള്ളത്തിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അതാ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ഒരു മുട്ട ഞാൻ അതിലേക്ക് വെച്ചിട്ടുണ്ട്. പൊട്ടിയിട്ടൊന്നുമില്ല കേട്ടോ. നേരത്തെ ഞാൻ ചെയ്ത പോലെ തന്നെ രണ്ടാമത്തെ മുട്ടയും അതേപോലെ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ഒന്ന് ചെരിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും വെള്ളം ആ ഒരു കല്ലേക്കറ്റം തന്നെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വെള്ളത്തിലേക്കാണ് നമ്മൾ മുട്ട വെച്ച് കൊടുക്കുന്നത് വെച്ചാൽ പൊട്ടാതെ തന്നെ നമുക്കത് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ വെള്ളം ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ വെല്ലെ ആ ഒരു മുട്ട അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ മുട്ടയും ഞാൻ ആ ഒരു പുട്ടുപാനിയിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനത് സ്റ്റൗ ഓണാക്കിയതിന് ശേഷം ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതേ സമയം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഞാൻ കാണിക്കുന്നത്. ഇത് തലേ ദിവസത്തെ പുട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നല്ല പോലെ ടെമ്പറായിട്ടാണ് കിടക്കുന്നത്. ഇത് നമ്മൾ ചൂടാക്കി എടുക്കാനായിട്ട് സാധാരണ പുട്ടുപാനിയിൽ ഇട്ടിട്ട് തന്നെയാണ് ചൂടാക്കി എടുക്കാറുള്ളത്. എന്നാൽ അതേ സമയം തന്നെ നമുക്ക് മുട്ടയും കുക്കായി കിട്ടും. ഈ ഒരു മുട്ട കുക്കായി കിട്ടുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അതിൽ ആദ്യത്തെ ഉപയോഗമാണ് ഞാൻ കാണിക്കുന്നത്. തലേ ദിവസത്തെ പുട്ടാണ്. നല്ലപോലെ തന്നെ ഹാർഡായിട്ടുണ്ട്. ആ ഒരു പുട്ട് ഞാനിതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നേരത്തെ ഞാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുള്ള പുട്ടുപാനിയിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുട്ട വേകുന്ന അത്രയും സമയമൊന്നും വേണ്ട. നമുക്ക് ആ ഒരു പുട്ട് നല്ലപോലെ ചൂടായി കിട്ടുകയും ചെയ്യും. ചൂടാകുന്ന സമയത്ത് അത് നല്ലപോലെ സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് പുട്ട് നല്ലപോലെ ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഞാനതൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നല്ല പോലെ സോഫ്റ്റായിട്ടുള്ള ആവി പറക്കുന്ന പുട്ടായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ടച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നല്ല പോലെ സോഫ്റ്റായിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെയാണ് ഞാൻ ദിവസത്തെ ചപ്പാത്തി ആയാലും അതല്ലെങ്കിൽ കടയിൽ നിന്നൊക്കെ പൊറാട്ടയൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് ബാലൻസ് ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം ഞാൻ ഈ ഒരു പുട്ടുപാനിയിൽ ഇട്ടിട്ടാണ് ചൂടാക്കി എടുക്കാറുള്ളത്. ആ ഒരു സമയത്ത് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള പൊറാട്ടയായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ കണ്ടോ, ഈ ഒരു പുട്ട് നല്ല പോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ചുട്ടെടുത്തിട്ടുള്ള പുട്ടിനെ പോലെ തന്നെ ആയിട്ടുണ്ട്. ഇനി രണ്ടാമതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു നേന്ത്രപ്പഴമാണ്. സാധാരണയായിട്ട് നമ്മൾ വെള്ളത്തിലൊക്കെ പഴം പുഴുങ്ങുന്ന സമയത്ത് നല്ലപോലെ അളിഞ്ഞു പോവാറുണ്ട്. എന്നാൽ പഴുപ്പ് കൂടിയിട്ടുള്ള പഴമായാലും പഴുപ്പ് കുറഞ്ഞിട്ടുള്ള പഴമായാലും നമ്മൾ ഇതേ രീതിയിൽ പുഴുങ്ങിയെടുക്കുകയാണെങ്കിൽ ഒട്ടും ടേസ്റ്റിന് വ്യത്യാസവും ഇല്ലാതെ നല്ല പോലെ നമുക്ക് വെന്ത് കിട്ടും കേട്ടോ. ഒരുപാട് സമയം വേണ്ട, വളരെ കുറഞ്ഞ സമയം മാത്രം മതി. അപ്പോൾ ഞാനിത് 2 കഷ്ണമായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു ഏത്തപ്പഴത്തിൻ്റെ 2 സൈഡും കട്ട് ചെയ്തതിന് ശേഷം 2 പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കട്ട് ചെയ്തെടുത്തിട്ടുള്ള പഴം ഞാനിതിലേക്കൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിത് സ്റ്റവിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മുട്ട കുക്കാവുന്ന സമയത്ത് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഗ്യാസും ലാഭവും സമയവും ലാഭമാണ് കേട്ടോ. അപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ പഴം എനിക്ക് നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. സാധാരണ നമ്മൾ പുഴുങ്ങുന്ന സമയത്ത് വെള്ളമൊക്കെ തിളച്ച് വരാനും അതിലിട്ട് വേവാനൊക്കെ കുറച്ച് സമയമെടുക്കും. എന്നാൽ ഇതേ രീതിയിലാണ് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് കുക്കായിട്ട് കിട്ടും. ഒട്ടും ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എനിക്ക് ഈ പഴമൊക്കെ നല്ലപോലെ തന്നെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനിതൊന്ന് തൊലി കളഞ്ഞ് കാണിച്ചു തരാം. അപ്പോൾ മക്കളൊക്കെ ഉള്ള വീട്ടിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ്. ഇനി ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി ഒരുപാട് പഴമൊക്കെ നമുക്ക് പുഴുങ്ങിയെടുക്കാനുണ്ടെങ്കിൽ സാധാ നമ്മുടെ ഇഡ്ഡലി തട്ടൊക്കെ വെച്ചിട്ട് പുഴുങ്ങിയെടുത്താൽ മതിയാവും. ഞാനിത് ഒന്നായതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ഇതിൽ പുഴുങ്ങിയെടുത്തിട്ടുള്ളത്.
അപ്പോൾ ഞാനത് അതിൻ്റെ തൊലി ഒന്ന് കളയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും സാധാരണ നമ്മൾ പുഴുങ്ങുന്ന പോലെ തന്നെ പുഴുങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതേ രീതിയിൽ എല്ലാവരും ഒന്ന് പുഴുങ്ങി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയിട്ടുള്ള കമൻറ്റ് അറിയിക്കാനായിട്ട് മറക്കരുത്. ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് കടല ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഉള്ള മക്കൾക്ക് കടല ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ വെറുതെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ മക്കൾ വെറുതെ ഇരുന്ന് കഴിക്കാറുണ്ട് കേട്ടോ. ഞാനിന്ന് നന്നായിട്ട് കുതിർത്തിയതിന് ശേഷം കുക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പക്ഷേ ഇത് കുറച്ച് നല്ല രീതിയിൽ തന്നെ വേവ് കുറവായതുകൊണ്ടാണ് ബാലൻസ് ആയിട്ട് വന്നിട്ടുള്ളത്. ഞാനിതൊന്ന് ആവി കയറ്റിയെടുക്കാൻ പോകുക കേട്ടോ. നല്ലപോലെ നമുക്ക് ചൂടായിട്ട് കിട്ടുകയും ചെയ്യും. കുറച്ചുകൂടെ ഒന്ന് കുക്കായി കിട്ടുകയാണെങ്കിൽ മക്കളത് കഴിക്കുകയും ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ഞാൻ ബാലൻസ് വന്നിട്ടുള്ളതെല്ലാം ആ ഒരു പുട്ടുകുറ്റിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് അത്രേ ഉണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു പുട്ടുകുറ്റിയിലേക്ക് ഇട്ട് കൊടുത്തപ്പോൾ എന്നിട്ട് ഞാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കടല മാത്രമല്ല കേട്ടോ, നമ്മൾ നന്നായിട്ട് കുതിർത്തിട്ടുള്ള ചെറുപയറൊക്കെ പുഴുങ്ങിയെടുക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ അതാ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് കടല നല്ലപോലെ തന്നെ ചൂടായി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഒരു കടലയുടെ തൊലിയൊക്കെ നന്നായിട്ട് വിണ്ട് നിൽക്കുന്നുണ്ട്. മാത്രമല്ല നല്ലപോലെ എനിക്ക് വെന്തും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കടല, ചെറുപയർ ഇതുപോലെയുള്ള ഐറ്റംസൊക്കെ പുഴുങ്ങിയെടുക്കാനായിട്ട് പറ്റും. നേരത്തെ ഞാൻ ആദ്യം ഈ ഒരു കടല കാണിച്ചിരുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ വേവ് കുറവുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ എനിക്ക് വിണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ആദ്യമൊക്കെ അതായത് എൻ്റെയൊക്കെ കുഞ്ഞുനാളിൽ ഇതുപോലെ പഴയ പുട്ടുമാനിയൊക്കെ ഉണ്ടെങ്കിൽ ആവി പിടിക്കാനായിട്ട് യൂസ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനൊക്കെ മെഷീൻ ആയതുകൊണ്ട് അങ്ങനെയുള്ള ഉപയോഗങ്ങളൊക്കെ വളരെ കുറവാണ്. എന്നാൽ ഇതുപോലെയുള്ള ഉപയോഗങ്ങൾ നമുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരുപാട് സമയവും നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. രണ്ട് കാര്യങ്ങൾ ഒരേ സമയത്ത് തന്നെ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ പുഴുങ്ങാനായിട്ട് പുട്ടുപാനിയിൽ കൊടുക്കുകയാണെങ്കിൽ പുട്ടുകുറ്റിയിലേക്ക് വേറെയുള്ള ഐറ്റംസൊക്കെ ഇട്ട് നമുക്ക് ഇതേപോലെ ചൂടാക്കി കൊടുക്കാം. ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലേക്ക് പോവാം. ഞാൻ കുറച്ച് ചോറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ തലേ ദിവസത്തെ ചോറൊക്കെ തിളപ്പിച്ച് ഊറ്റണമെങ്കിൽ കുറച്ച് സമയം പിടിക്കുക. അത് വെള്ളം നന്നായിട്ട് തിളച്ചിട്ടാണ് നമ്മൾ ആ ചോറ് ഇടുക. ചോറിട്ട് കഴിഞ്ഞാലും 1-2 തവണ നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം മാത്രമേ അത് യൂസ് ചെയ്യാറുള്ളൂ അല്ലേ. അതല്ലെങ്കിൽ നമ്മളെ വയറൊക്കെ കേടാവാനുള്ള ചാൻസ് കൂടുതലാണ്. എന്നാൽ ഇതുപോലെ നിങ്ങൾ ആരെങ്കിലും ചോറ് ചൂടാക്കി നോക്കിയിട്ടുണ്ടോ? നല്ലപോലെ ഫ്രഷായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഞാനിതാ കുറച്ച് ചോറ് ആ ഒരു പുട്ടുംകുറ്റിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ നമ്മൾ ചൂടാക്കി എടുക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ തിളപ്പിച്ചെടുക്കുന്ന സമയത്തിൻ്റെ 1/3 ഭാഗം മതി കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ മോന് കഴിക്കാനുള്ള അത്രയും അളവിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. സാധാ ചോറ് മാത്രമല്ല കേട്ടോ, മന്തി, ബിരിയാണി പോലെയുള്ള സ്പെഷ്യൽ റൈസൊക്കെ ഇതേ രീതിയിൽ നമ്മളൊന്ന് ആവി കയറ്റി എടുക്കുകയാണെങ്കിൽ നല്ലപോലെ ഫ്രഷായിട്ട് കിട്ടുകയും ചെയ്യും. കുറേ സമയം നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനിതാ സ്റ്റൗവിലേക്ക് ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു തവി വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഒരു കുഞ്ഞു ഹോൾസ് ആക്കി കൊടുക്കുന്നുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നല്ല പോലെ ആവി വരുന്നുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് ഒന്ന് തട്ടി കൊടുക്കാം. അപ്പോൾ ഇതാ പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. നല്ല ആവി പറക്കുന്ന ഫ്രഷായിട്ടുള്ള ചോറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ആവി കയറ്റി എടുക്കുകയാണെങ്കിൽ വേവ് കൂടെ അതല്ലെങ്കിൽ അളിഞ്ഞു പോവുക അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നല്ല ഫ്രഷായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഒരു പുട്ടുപാനി ഉണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മുട്ടയും നല്ലപോലെ തന്നെ എനിക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ചൂടാറാനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് കൊടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ ചോറ് ഇതാ നല്ല ഫ്രഷായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ മുട്ടയും നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മുട്ട വേവിച്ചെടുക്കുന്ന സമയം കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഒരേ സമയം തന്നെ ഇത്രയും കാര്യങ്ങൾ ചെയ്യാവുന്നതുകൊണ്ട് തന്നെ ഗ്യാസ് നമുക്ക് ലാഭിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിതാ മുട്ടയൊക്കെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. നല്ല പോലെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പൊട്ടിയിട്ടൊന്നുമില്ല. സാധാരണയായിട്ട് നമ്മൾ പുട്ട് ചൂടാനായിട്ട് മാത്രം യൂസ് ചെയ്യുന്ന പുട്ടുപാനിയിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാമെന്ന് കാണിച്ചിട്ടുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.